നൂറ്റാണ്ടിലൂടെ കേരളക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി ദർസുകൾ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് 15 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് പ്രവാചക കാലഘട്ടത്തിൽ നിന്ന് പ്രവാചകൻ എന്ന വിളക്കുമാടത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ആവാഹിച്ചു വന്ന സ്വഹാബത്തുൽ കിറാമിലൂടെ വെളിച്ചം ആവാഹിച്ചു വന്ന സ്വഹാബത്തുൽ കിറാമിലൂടെ ഈമാനിന്റെ ആവേശം കേരളക്കരയിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലൂടെയും കടന്നു വരികയും പിന്നീട് 15 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ട് കാലത്തോളം മഖ്ദൂമി യുഗമായിരുന്നു പിന്നീട് കേരളക്കരയിൽ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലബാറിന്റെ മക്ക എന്ന പേരിൽ കേരളക്കരയിൽ പൊന്നാനി അറിയപ്പെട്ടത്. മഖ്ദൂമുമാരുടെ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ കേരളക്കരയിൽ ഇസ്ലാമിന്റെ കൃത്യമായ വേരോട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് 1920കളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര സേനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 1920കളിൽ കേരളക്കരയിലേക്ക് പുത്തൻവാദികളുടെ കടന്നുകയറ്റം വരുമ്പോഴാണ് 1920ന്റെ ആദ്യഘട്ട കാലഘട്ടങ്ങളിൽ ഇൻഡിവിജ്വൽ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഏക പ്രവർത്തനങ്ങളുമായി കൊണ്ട് സംസ്ഥയുടെ ആ കാലഘട്ടത്തെ ജീവിച്ചിരിക്കുന്ന മഹോന്നതന്മാരായ പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ ഈ സമുദായത്തിന്റെ ഈമാനിനെ കാവലിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഘശക്തിയുടെയും മുന്നിൽ ഓരോ ഗ്രാമാന്തരങ്ങളിലൂടെയും നടന്നുകൊണ്ട് ഉമ്മത്തിന്റെ ഈമാനിനും പ്രവർത്തനത്തിനും കാവലിരിക്കുമ്പോൾ 1920 മുതൽ 1926 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുത്തൻവാദികളുടെ കടന്നുകയറ്റം ഈ ഉമ്മത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തകർക്കാൻ വിക്രമമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വികലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിവാര്യമായ ഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ചിന്തിച്ചുകൊണ്ട് അനിവാര്യമായ സാഹചര്യത്തിലാണ് സമസ്തയുടെ ഉത്ഭവം വരുന്നത്. 1926 വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ അസ്ഥിവാരമിടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ആണ്ടുകളിലൂടെ കടന്നു പോകുന്ന 100 വർഷങ്ങൾ എന്ന് പറയുന്നത് ആദർശ വിശുദ്ധിയുടെ 100 വർഷങ്ങളായിരുന്നു. ഉമ്മത്തിന്റെ ഈമാനിനെ വികലപ്പെടുത്താൻ കടന്നു വന്ന ഓരോ പുത്തൻവാദികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഉമ്മത്തിന്റെ ഈമാനിനെ കാവലിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന ആ കാലഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും പ്രതിഭാതനായ പണ്ഡിതന്റെ കൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം അസ്ഥിവാരമിട്ടിട്ട് പിന്നീട് കടന്നു വന്ന ഓരോ വർഷങ്ങളിലെയും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന ഓരോ പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിൽ സമൂഹം കണ്ട ഏറ്റവും വലിയ മഹാമനീഷികളായി, ഏറ്റവും വലിയ സൂഫി വര്യന്മാരായി, അള്ളാഹുവിന്റെ ഔലിയാക്കളായി, അതുപോലെ തന്നെ ഭൗതികമായ മേഖലകളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കേരളക്കരയിൽ മുസ്ലിം സമൂഹത്തിന് ശുദ്ധമായ ഒരു പ്ലാറ്റ്ഫോം, വിശ്വാസമായ മാർഗങ്ങളിലൂടെ കടന്നു പോകാൻ ശുദ്ധമായ ഒരു പ്ലാറ്റ്ഫോം കെട്ടിപ്പോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധ്യമായി എന്നുള്ളതാണ്. മാത്രമല്ലല്ലോ, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടാൻ കഴിയും. കേരളത്തിൽ സമസ്തയുടെ വേരോട്ടം എന്താണ് മതകീയമായ ചാലകശക്തി ഉണ്ടാക്കി തന്നത് എന്നും, അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് സമസ്തയുടെ അഭാവം ഇസ്ലാമികമായ ചാലകശക്തിക്ക് വിഘ്നം സംഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വിശാലമായി സംസാരിക്കുന്നതിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ഉമ്മത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനിനെ വികലപ്പെടുത്താൻ കടന്നു വന്ന ഓരോ പുത്തൻവാദികളുടെ മുന്നിലും അഹ്ലുസുന്നത്തിന്റെ വളരെ കൃത്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വെളിച്ചം ആവാഹിച്ചെടുത്ത സ്വഹാബത്തുൽ കിറാം എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത്, അതേ രീതിയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പഠിപ്പിച്ചു തന്ന് വളരെ കൃത്യമായി കൊണ്ട് ഈമാനിനെ കാവലിരുന്ന് കടന്നുപോയ സമയമാണ്. അത് മാത്രമല്ലല്ലോ, ഓരോ ഗ്രാമാന്തരങ്ങളിലുമുള്ള മതകീയമായ ചാലകശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസാ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അവിടെ മാത്രം അവസാനിക്കുന്നില്ല. ഉമ്മത്തിന് എന്തൊക്കെ പ്രതിസന്ധികളുടെ ഘട്ടം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ സമസ്തയുടെ കൈയാണ്. പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് എവിടെയാണ് ഉമ്മത്തിന് സംരക്ഷിക്കപ്പെടേണ്ടത് അവിടെയൊക്കെ സംരക്ഷണ കവചമൊരുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, മതകീയമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ കയ്യൊപ്പുകൾ നമ്മൾ കണ്ടതാണ്. പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 3 കോടിയോളം രൂപകൾ പിരിച്ചെടുത്തുകൊണ്ട് പ്രളയ സംവിധാനങ്ങളിലേക്ക്, ദുരിതാശ്വാസ ഫണ്ടുകളിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം കൈമാറുന്നത്. മാത്രമല്ലല്ലോ, ഉമ്മത്തിന്റെ അതുപോലെ തന്നെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി ഇടപെടുകയും പക്വമായ നിലപാടുകൾ എടുക്കുകയും അതുപോലെ തന്നെ ഗവൺമെന്റ് അടക്കമുള്ള എല്ലാ
പ്രസ്ഥാനങ്ങളോടും വളരെ സൗഹാർദ്ദത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ സുന്ദരമായ മാനികമായ ആവേശത്തെയും അതുപോലെ തന്നെ സുന്ദരമായ പ്രതിബദ്ധതയെയും കൊണ്ടുവരികയും ഇനി അങ്ങോട്ടുള്ള കടന്നുവരവ് ഈ 100 ആണ്ടുകൾ കഴിഞ്ഞു പോകുമ്പോൾ ഇനിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിന്റെ പുറത്തേക്കും സമസ്തയുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യക്ക് പുറത്തേക്കും സമസ്തയുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമികമായ ആവേശങ്ങൾ ഏതൊക്കെ പ്രദേശങ്ങളിലാണോ ആവശ്യമുള്ളത് അവിടേക്ക് അഹ്ലുസ് സുന്നയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർ പ്രതിജ്ഞാബദ്ധമായിട്ട് നിലപാടെടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ പ്രൗഢമാകാനിരിക്കുമ്പോൾ ഈ പ്രദേശത്തെ ഓരോ വിശ്വാസി സുഹൃത്തുക്കളോടും ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളും അതിന്റെ ഭാഗമാവുക, സമസ്തയുടെ തണലിലേക്ക് കടന്നു വരിക, സമസ്തയുടെ കൂടെ നിൽക്കുക, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.